ഞാനൊരു ദിവസം ഒരു പിരിവിന് പോവാ. പേരാവൂരിന് ഇപ്പുറത്ത് ആ തെറ്റുവഴിക്ക് ഇപ്പുറത്ത് ഒരു വലിയ നീല പെയിന്റ് അടിച്ചൊരു വലിയ വീട് കുന്നിന്റെ മേലെ. ഞാനത് കണ്ടപ്പോ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ആടെ ചെന്ന് നോക്കാം നമുക്ക് എന്തോ തരുമെന്ന് നോക്കാൻ. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ആര് വന്നാലും 10 റുപ്യ കൊടുക്കും. ഈ ഓട്ടോറിക്ഷ ആടെ കയറണമെങ്കിൽ പെട്രോൾ കത്തുന്ന പൈസ കിട്ടൂല, അതുകൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാളെ നിലപാട് മാറ്റിയോ നിങ്ങൾ അറിയണമെങ്കിൽ ചെന്ന് നോക്കിയാലേ തിരിയും. അവിടെ പോയി നോക്കാൻ പറഞ്ഞു. പോയി ഞാനാടെ ഇറങ്ങുമ്പോ വലിയ നഴ്സറി ഗാർഡൻ നടത്തുന്ന ഇവിടെ മുണ്ടെടുത്തുള്ള ഒരു കുരിയാ ചേട്ടൻ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുക. കണ്ടിട്ട് മൈൻഡില്ല. ഞാനാടെ ഇറങ്ങി നോക്കുമ്പോ നമ്മളെ ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രാഞ്ചി പൂ എന്ന് പറഞ്ഞൊരു പൂവില്ല, നീല നിറമുള്ള പൂ. ആ പൂവ് നല്ല നല്ല കൊലച്ച് നിൽക്കുക. മുറ്റം നിറയെ എന്തൊരു ഭംഗിയിലാണെന്നറിയാം പൂവ്. ഞാൻ ഇറങ്ങിയ ഉടനെ കുരിയാ ചേട്ടോ നിങ്ങൾ അതേ കളറാണ് ഈ വീടിന്റെ പെയിന്റ്, ഈ പൂവിന്റെ കളറാ. ഞാൻ ചോദിച്ചു ഈ പൂവിന് കണക്കായി പെയിന്റ് അടിച്ചതാണോ പെയിന്റിന് കണക്കായി പൂവ് വളർത്തിയതാണോ? അപ്പൊ ഉടൻ തന്നെ കുരിയാ ചേട്ടൻ പറഞ്ഞു അത് ഞാൻ അമ്പലവയലിൽ കാർഷിക മേളക്ക് പോയപ്പോ ഒരു 10 കമ്പ് വാങ്ങി കൊണ്ടുവന്ന് നട്ട് ഞാൻ ഇങ്ങനെ ആക്കിയതാ. അപ്പൊ പെയിന്റ് അടിക്കാൻ വന്ന പിള്ളേർ ചോദിച്ചു ഏത് കളറാ വേണ്ടത്. എനിക്ക് ഈ കളറിനെ പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞു ആ പൂവിന്റെ കളർ അടിച്ചോ. അവര് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് ആണല്ലോ കളർ ഉണ്ടാക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിച്ചതാണ്. പിന്നെ അദ്ദേഹം ആ പൂവിനെ പറ്റി അത് വളർത്തിയതിനെ പറ്റിയും അയാൾ നഴ്സറിയെ പറ്റിയൊക്കെ സംസാരിച്ച് നമുക്ക് അകത്തിരുന്ന് ഒരു കാപ്പി കുടിക്കാന്ന് പറഞ്ഞ് അകത്ത് പോയി ഞങ്ങള് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം അകത്ത് പോയിട്ട് 10 രൂപ കൊണ്ടുവന്നാൽ ഈ 1000 2000 എഴുതിയ റെസീറ്റ് എങ്ങനെയാ 10 എഴുതുക എന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്റെ കൂടെയുള്ള രാജു നിൽക്കുക. അപ്പൊ അദ്ദേഹം 500 കൊണ്ട് കൊടുത്തു. രാജു ഞെട്ടിപ്പോയി. എന്തിനാന്നറിയോ? ബാക്കി 490 കൊടുക്കാൻ ഇവരുടെ അടുത്ത് ചെയ്യാറില്ല. മനസ്സിലായോ? അപ്പൊ എത്രയാ ചേർക്കേണ്ടതെന്ന് ചോദിച്ചു. 500 ചേർത്തോന്ന് പറഞ്ഞാൽ. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അവരാൾക്ക് 500 പിരി കൊടുക്കും. 10 റുപ്യ കൂടുതൽ ഞാൻ കൊടുക്കാത്തതുകൊണ്ട് ആരും ഇവിടെ വരാറില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഈ വന്നിരിക്കുന്ന കാര്യത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല 500 തന്നത്. ഞാൻ ഈ ഹൈഡ്രാഞ്ചിയ പൂ വളർത്താൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇതുവരെ എന്റെ ഭാര്യ പോലും ഒരു നല്ല അഭിപ്രായം. നിങ്ങളാണ് ആദ്യമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത്. അമ്മകേല. അപ്പൊ എന്റെയും കുരിയാ ചേട്ടന്റെയും ഉസാഗ ഹൈഡ്രാഞ്ചിയ പൂ. മനസ്സിലായോ? ഇതുപോലെ നമ്മൾ എവിടെ ചെന്നാലും ഞാൻ ഈ അനുഭവം എന്റെ വായനശാല കമ്മിറ്റി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ പോയ ആദ്യം തന്നെ പൈസയുടെ കാര്യം പറയാണ്ട് ആ വീട്ടുകാരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണമെന്ന്. അവസാനം പരിപാടിയെല്ലാം കഴിഞ്ഞ് വിലയിരുത്തുമ്പോൾ ഒരു സ്കൂള് തീരെ പൈസ പിരിച്ചില്ല. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചപ്പോ അവനെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ചെന്ന വീട്ടിലൊന്നും ഹൈഡ്രാഞ്ചിയ പൂണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എല്ലാറ്റിനോടും പൊരുത്തപ്പെടുന്ന ഒരു ഘടകത്തെ കണ്ടെത്തണം. ആ പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും തയ്യാറില്ലാത്ത യുഗപരിവർത്തനം എന്ന കവിതയിലെ മറ്റൊരു വരിയ പൊരുത്തപ്പെടാൻ തീഷ്ണവാദങ്ങൾ ഇവരോട്, തിരുത്തപ്പെടാൻ നമുക്ക് ഞാൻ ആശാസിക്കുന്നു. നമ്മൾ തിരുത്തപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യണം. പുതിയതിനെ സ്വീകരിക്കാനും പഴയതിനെ തിരുത്താനും തയ്യാറുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അത് കുട്ടികളിലേക്ക് പകരണം. അവരോട് ചേർന്ന് നിൽക്കണം. അവരുടെ ചങ്കായിട്ട് രക്ഷിതാക്കളും കാരണവന്മാരും മാറുമോ? അല്ലാതെ നിങ്ങൾ 1000 പ്രസംഗം നടത്തിയിട്ട് എത്ര ലഹരിക്കെതിരായിട്ട് എത്ര പ്രസംഗം നടത്തിയിട്ടും ലഹരി ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ്. ചിലപ്പോ ഈ തെരഞ്ഞെടുപ്പിനെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് എത്ര കൂടുതൽ പ്രവർത്തിക്കുമോ അത്ര വോട്ട് കുറഞ്ഞു പോയല്ലോ നമുക്ക്. എത്ര കൂടുതൽ പ്രവർത്തിച്ചോ അത്ര വോട്ട് കുറഞ്ഞു പോയി. അപ്പൊ എന്താ വിഷയം? വിഷയം നമ്മള് ഘോര പ്രസംഗങ്ങളൊന്നുമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ആർദ്രതയെ തിരിച്ചു. ഈ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ഒരു പൊരുത്തമുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികളും ഞാനും തമ്മിൽ ഒരു പൊരുത്തമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? LCM ഇല്ലേ? 9ന്റെയും 12ന്റെയും ഊസാക 3. 9നെ 3 കൊണ്ട് ഹരിച്ചാലും 12നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഇല്ല. അതുകൊണ്ട് 9ന്റെയും 12ന്റെയും ഊസാക 3. നമുക്ക് നമ്മുടെ അയൽവാസികളായിട്ടും നമ്മൾ കാണുന്നവരായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളായും തമ്മിൽ പൊരുത്തമുള്ള ശിഷ്ടം വരാത്ത ചില ഊസാകയുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇത് കിട്ടാത്ത കുട്ടികളാണ് ചങ്കിനെ അന്വേഷിച്ച് പുറത്തു പോകുന്നത്. അവന്റെ ഊസാക പുറത്താ, നമ്മളല്ല. ഞാൻ യുവാക്കളുടെ പക്ഷത്താണ്. അവരെ എല്ലാരും കുറ്റപ്പെടുത്തുക. ഇത്തരം വേദികളിൽ അവർ വരാത്തത് എന്താണെന്നറിയാമോ? ഏത് സാംസ്കാരിക സമ്മേളനം ആവട്ടെ, ഏത് പരിപാടി ആവട്ടെ, അവിടെയെല്ലാം അവർക്കറിയാം ഞങ്ങളെ ചീത്ത പറയാനായിട്ട് വെക്കുന്നത്. എന്തിനാ ഞങ്ങൾ പോയിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്നത് എന്ന മനോഭാവത്തിൽ അവർ വരില്ല. നിങ്ങൾ നോക്കിയാട്ടെ, ഏത് സാംസ്കാരിക പരിപാടിയിലും പ്രസംഗം നടക്കുമ്പോ ചെറുപ്പക്കാരുണ്ടാവും ദൂരെ മതിൽമേൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടാവും. ഈ പ്രസംഗമല്ല കഴിഞ്ഞ ഉടൻ തന്നെ അവര് വരും.
അവരെ ആകർഷിക്കുവാൻ കഴിയാത്ത ഞാനടക്കമുള്ള പഴയ തലമുറയാണ് ഇതിലെ പ്രതി. നമ്മൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിരിക്കുകയാണ് നമ്മുടെ തലമുറകളുടെ വിടവ്. പഴയ തലമുറ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. പുതിയ തലമുറയാവട്ടെ പഴയതെല്ലാം വെറും പഴഞ്ചനാണ്, പഴയതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. ചങ്ങമ്പുഴയുടെ ഒരു മനോഹരമായ വരിയുണ്ട്. ഈ ഭാരതീയ ഇതിഹാസ പുരാണാദികളെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതുകയാണ്. ജഡയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലെ കവയെടുത്തെറിയൂ വേഗം. ജഡയുടെ ജഡ എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്വാമിമാരുടെ മുടി താരം വന്ന് കൂട്ടിപ്പറ്റും, അതാണ് ജഡ. കുളിക്കാണ്ട് നടന്നാൽ എന്താ എല്ലാരും മുടി അങ്ങനെയാവുമല്ലോ. പക്ഷെ സ്വാമിമാർ ജഡയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പേരാലിന്റെ പശ പുരട്ടിയിട്ടാണ് ഈ മുടി ജഡ പിടിപ്പിക്കുക. പേരാലിന്റെ പശ അതാവുമ്പോ മുടി വൃത്തികേടാവില്ല എന്നാ. ഒരു ഔഷധ ഗുണമുള്ള പശയാണ് പേരാലിന്റെ പശ. വടക്ഷീരം എന്നാണ് പറയാം. രാമൻ വനത്തിലേക്ക് പോകുമ്പോ ഗുഹനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, വടക്ഷീരം കൊണ്ടുവന്നു. അങ്ങനെ ജഡ പിടിക്കുക. ജഡയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സ്വാമിമാരുടെ സംസ്കാരം പനയോലക്കെട്ടുണ്ടല്ലോ, ഓലയിലാണല്ലോ ഇതെല്ലാം എഴുതി വെച്ചത്. അതെല്ലാം പൊടികെട്ടി അതിൽ പുഴുകുത്തി അതിൽ ചെതലും പിടിച്ചു. ചികയുന്നോ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ചികഞ്ഞു നോക്കുന്നോ, ചിരി വരും അത് കണ്ടാൽ. ചിലതിനിയുമുണ്ടെന്നോ, ഒന്നുമില്ല അതിൽ, ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം എന്ന് പറയുന്ന പുതിയ തലമുറ. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പഴയ തലമുറയിൽ നല്ലതും നന്മയും കുറെ ഉണ്ട്. എല്ലാം മോശമൊന്നുമല്ല, എല്ലാം നല്ലതുമല്ല. ആ പഴയതിലെ നന്മയെയും പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് നന്മയുണ്ട്. നമ്മള് പ്രളയം വന്നപ്പോ, കോവിഡ് വന്നപ്പോ നമ്മുടെ യുവാക്കളുടെ നന്മ നമ്മൾ കണ്ടില്ലേ? അവരെന്തെല്ലാം ചിന്തിക്കുന്നു, അവരെന്തെല്ലാം പ്രവർത്തിക്കുന്നു, അത് നമ്മൾ കണ്ടില്ലേ? അപ്പോ പുതിയതിലെ നന്മയുണ്ട്. ഈ പഴയതിലെ നന്മയെയും പുതിയതിലെ നന്മയെയും കണക്ട് ചെയ്യുക എന്ന പ്രക്രിയയാണ് സംസ്കാരം. അതിൽ നമുക്ക് അബദ്ധം പറ്റി. നമ്മളിപ്പോ ചെയ്യുന്നത് പഴയതിലെ തിന്മയെയും പുതിയതിലെ തിന്മയെയാണ് കണക്ട് ചെയ്യുന്നത്. ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ മഹാപണ്ഡിതനും ചരിത്രകാരനും, ആ ബെർണാഡ് ഷാ അയാളുടെ എഴുത്തു വായിച്ചിട്ട് ഒരു സിനിമാ നടി അദ്ദേഹത്തെ പ്രേമിച്ചു. എന്നിട്ട് ബെർണാഡ് ഷായെ കാണാൻ വേണ്ടി വന്നപ്പോ ബെർണാഡ് ഷായെ കണ്ടപ്പോ ആകെ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിനെ കാണാൻ ഒരു സൗന്ദര്യമില്ല. നമ്മുടെ സൗന്ദര്യ സങ്കല്പ പ്രകാരം അദ്ദേഹത്തിന്റെ ബോഡി ഒരു സ്റ്റൈലും ഇല്ലാത്തൊരു ബോഡി. അപ്പോ ഈ നടി അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട ബെർണാഡ് ഷാ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുക, എന്നിട്ട് അതിലൊരു കുഞ്ഞുണ്ടായാൽ നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും ഉണ്ടാവും, അത് ഭയങ്കരമാവും. അപ്പൊ ബെർണാഡ് ഷാ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട ഹെലൻ, നിന്റെ ഐഡിയ നല്ലതാ, പക്ഷെ ഉണ്ടാകുന്ന കുട്ടിക്ക് നിന്റെ വിവരവും എന്റെ സൗന്ദര്യമായി പോയെങ്കിൽ ഇതുപോലെയാണ് പറ്റിയത്. നമ്മുടെ പഴയ തലമുറയുടെ സൗന്ദര്യവും പുതിയ തലമുറയുടെ സൗന്ദര്യവും നന്മകളും സ്നേഹവും ധർമ്മവും കണക്ട് ചെയ്യുന്ന ആ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടതാ പ്രശ്നം. നമ്മളിപ്പോ പുതിയ കാലഘട്ടത്തിന്റെ തോന്നിയാസവും പഴയ കാലത്തിന്റെ അന്ധവിശ്വാസവും അനാചാരങ്ങളും എല്ലാം ഒരുമിച്ച് ചേരുകയാണ്. നമ്മുടെ പുതിയ തലമുറ എത്രയാളാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിം സമുദായത്തെ കൊണ്ട് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ജാതിക്കെതിരായിട്ടുള്ള എല്ലാവിധ സമരങ്ങളും നടന്ന നാട്ടിൽ നമ്മളെല്ലാം വാല് മുറിച്ചു. നമ്പ്യാര്, നായര്, കുറുപ്പ് തുടങ്ങിയ എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ തലമുറ പേരിട്ടു. എന്നാ ഇപ്പൊ പുതിയ തലമുറ വീണ്ടും വിജേഷ് നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരിക. വീണ്ടും ജാതിബോധത്തിലേക്ക്, വിഭാഗീയതയിലേക്ക് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണവ UP സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഏറ്റവും അടുത്ത ചങ്ങായി മുഹമ്മദ് റാഫിയായി, SMK മുഹമ്മദ് റാഫി. അവനാണ് ഇപ്പോഴും എന്റെ അടുത്ത ചങ്ങായി. ആ SMK മുഹമ്മദ് റാഫി മുസ്ലിമാണ്, മാപ്പിളയാണെന്ന വിചാരം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പുതിയ സ്കൂളുകളിൽ മുസ്ലിം കുട്ടികളൊരു ടീം, ഹിന്ദു കുട്ടികളൊരു ടീം, ക്രിസ്ത്യാനി കുട്ടികളൊരു ടീം എന്ന മട്ടിലേക്ക് മാറുന്നത് ഈ കുട്ടികൾക്ക് ആ പഴയ തലമുറയുടെ മാനവിക ബോധം പകർന്നു കൊടുക്കുന്നതിൽ നമുക്കെവിടെയോ പിഴവ് പറ്റിയിട്ടല്ലേ? അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഈ സാംസ്കാരിക പ്രവാഹത്തിന്റെ ഇടമായി മാറ്റുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ഡെമോക്രസിയും കുറവാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ
മുനിസിപ്പൽ ചെയർമാനെയും കൗൺസിലറെയും MLA-യെയും MP-യെയും തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചുപോയി. ഡെമോക്രസി എന്ന് പറയുന്നത് ഭരണതലത്തിൽ ഉണ്ടാകേണ്ട കേവലം ഒരു നടപടി മാത്രമല്ല. ഡെമോക്രസി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആദരവാണ്. മനുഷ്യരും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോൾ പോലും അത് ഇതര മതസ്ഥന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന മുഹമ്മദ് നബിയുടെ കഥയിൽ നിന്ന്, ജീവിത കഥയിൽ നിന്ന് നമുക്ക് ഡെമോക്രസി പഠിക്കാം. ഡെമോക്രസി അതാ എല്ലാവരെയും പരസ്പരം ആദരിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും പരസ്പരം കേൾക്കുകയും ചെയ്യാൻ തയ്യാറുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ ആ ഡെമോക്രസിയിലേക്ക് പോകുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ ഇടങ്ങളായി മാറുന്നില്ല. പണ്ടത്തെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ വീടുകളിൽ ഡെമോക്രാറ്റിക് സഭയുണ്ടായിരുന്നു. ആ സഭയുടെ സ്ഥലമേതാ? അതിനായിരുന്നു ഒരു വീടിന് ഏറ്റവും കൂടുതൽ സ്പേസ്, ഏറ്റവും കൂടുതൽ പ്ലിന്ത് ഏരിയ നീക്കി വെക്കുന്നത് ഡെമോക്രസിക്ക് വേണ്ടിയാണ്. വലിയ കോലായ ഉണ്ടായിരുന്നില്ലേ? ആ കോലായിൽ വന്നാക്കി ഇരിക്കാൻ വേണ്ടി ഒന്നിക്കിൽ ഇരുത്തിയുണ്ടാവും, അല്ലെങ്കിൽ നിസ്കാരത്തറി ഉണ്ടാവും. അല്ലെ, അവിടെ ഉണ്ടാവും നിസ്കാരത്തറി ഉണ്ടാവും. അവിടെ എന്തൊരു ബഹുമാനമായിരുന്നു! ആ നിസ്കാരത്തറയുടെ ഒരു മൂല്യം ഞാൻ കണ്ടത് എടക്കാടൻകണ്ടി പോക്കറാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മൊഡോളി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പാർട്ടി ഫണ്ടിന് പിരിവിന് പോകും, എല്ലാ കൊല്ലവും എനിക്ക് 500 റുപ്യ തരും, എല്ലാ കൊല്ലവും തരും. ഞാനിപ്പോ അന്നു മാറിയിട്ട് ഞാനിപ്പോ കുടാലിങ്ങ മേഖലയിലായതുകൊണ്ട്, ഇപ്പൊ ഒന്നല്ല, കുറെ കൊല്ലം മുമ്പ് മേഖല മാറിയതുകൊണ്ട് അടുത്ത നാട്ടുകാർ തന്നെ പിരിവിന് പോകും, ഞാൻ പോക്കില്ല. അപ്പൊ ഇവരെ ആയിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് അവിടെ പോക്കില്ല. ഒരു ദിവസം ഒരു കല്യാണ വീട്ടിൽ നിന്ന് പോക്കറാജി എന്നെ കണ്ടിട്ട് ഇപ്പൊ ഇല്ല. എന്നോട് പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? എന്റെ 500 റുപ്യ സൂക്ഷിക്കല എന്റെ പണി, എന്താ വന്ന് വാങ്ങാഞ്ഞേ എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തറേന്റെ തലാണിന്റെ ഉള്ളിൽ എല്ലാ കൊല്ലവും ഒക്ടോബർ മാസം നമ്മളെ പാർട്ടിക്ക് തരാൻ 500 റുപ്യ എടുത്തിട്ട് തലാണിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഇതാരും കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ പോയി വാങ്ങാത്തതിന്റെ ദേഷ്യം പറഞ്ഞ അദ്ദേഹം. എന്താ നീ വാങ്ങാൻ ഈ 500 റുപ്യ? ആ നിസ്കാരത്തറയുടെ മൂല്യം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കിൽ കണ്ടു. വന്നാൾ ഇരുത്തി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്ന ഇടമുണ്ടായിരുന്നു. ആ വലിയ കോലായ. പക്ഷെ ആ കോലായകളുള്ള വീടുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. എന്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പമുള്ള ഒരു വീട് എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തിത മുസോട്ടിക്കയുടെ ഉണ്ട്. മുസോട്ടിക്കന്റെ ഉപ്പ അസ്വാജി, AP അസ്വാജിന്റെ വീടിന്റെ ആ കോലായ ഞാനിപ്പോ ഓർക്കുക. നീളമുള്ള വരാന്തയാണ്. പക്ഷെ അതിപ്പോ അവിടെ അടഞ്ഞു കിടക്കുക. അവിടെ ആരും താമസിക്കാനാവില്ല. എന്നാ വരാന്തകൾ ചെറുതായ വീടുകളിൽ ബെഡ്റൂം വലുതായി. ഇത് ഡെമോക്രസി തകർന്നതിന്റെ ലക്ഷണമാണ് നമ്മുടെ കുടുംബത്തിൽ കുട്ടികളായാവട്ടെ, തലമുതിർന്ന കിടപ്പിലായ ആളുകളാവട്ടെ, അവർക്കെല്ലാം ശരീരം കൊണ്ട് ഉപകാരമില്ലെങ്കിലും, അവർക്ക് വരുമാനമില്ലെങ്കിലും അവർക്ക് മനസ്സുണ്ട്, അവർക്ക് ചിന്തയുണ്ട്, അവർക്ക് സർഗാത്മകതയുണ്ട്, അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ മാനിക്കുന്ന കുടുംബ ബന്ധങ്ങളെ തിരിച്ചുപിടിക്കാതെ ഈ പുതിയ തലമുറയെ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. അവരെ നമ്മുടെ ചങ്കിൽ ഇടം കൊടുത്താലേ അവരുടെ ചങ്കിൽ നമുക്കിടം കിട്ടൂ. നമ്മുടെ ചങ്കിൽ അവർക്ക് ഇടം കൊടുക്കണ്ടേ? ഇടം കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാ? അവർക്ക് പാർസലായിട്ട് അൽഫാം കൊണ്ട കൊടുത്തിട്ട്, അല്ലെങ്കിൽ ബിരിയാണി കൊണ്ട കൊടുത്തിട്ട്, അവരുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈവിധ്യങ്ങൾ ഉപയോഗിക്കുക. എന്നാൽ ചിന്തയുടെ വൈവിധ്യങ്ങളും അവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ടോ? വൈവിധ്യങ്ങൾ ഇപ്പോ ഭയങ്കരമാകുന്നത് എപ്പോഴാ? ഞാനിപ്പോ നമ്മുടെ പേരുകളെല്ലാം വൈവിധ്യമാണ്, നമ്മുടെ ജാതിയും മതമൊക്കെ വൈവിധ്യമാണ്, എന്തെല്ലാം പേര് നമുക്കുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈവിധ്യമില്ല. എല്ലാരും മയ്യത്ത്, ശവം, ബോഡി, ഇതേ ഉള്ളൂ, വേറെ ഒറ്റ പേരില്ല. എന്നാ കോയിന്റെ ഒരു ഭാഗ്യം നോക്കിയാ മരിക്കുന്നവരെ കോഴിക്ക് ഒറ്റ പേരേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കോഴിക്ക് പേര്? ചിക്കൻ കബാബ്, ചിക്കൻ പറന്നടിച്ച ചിക്കൻ, എന്തെല്ലാം പേരില്ല കോഴി അറിയപ്പെടുന്നു. ഈ കോഴിയുടെ വിവിധ ഭാഗങ്ങളെ പറ്റി നമ്മൾ ഗവേഷണം നടത്തിയിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന സ്ഥാപനം ബേക്കറി, ഹോട്ടലോ കണ്ടിട്ടുണ്ടോ? ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ ഒരുപാട് കൊണ്ടുപോയി വെക്കുക. ഈ ഹോട്ടലിൽ കയറിയ എന്താ കഴിക്കാനുള്ളത് അലമാരിയിൽ നോക്കാതെ ഒരു പുസ്തകം കൊണ്ടെത്തിരുന്ന ഹോട്ടലിൽ ഞാൻ കയറില്ല. കാരണം അതിലുള്ള ലിസ്റ്റിൽ എനിക്ക് തിരിയില്ല. ഇതിൽ എന്തെല്ലാം ഭക്ഷണം എനിക്ക് മനസ്സിലാവില്ല, എന്തെല്ലാം ഭക്ഷണമുള്ളത് എനിക്ക് മനസ്സിലാവില്ല. അഥവാ എന്തൊക്കെ പറഞ്ഞു പോയി നമ്മൾ കഴിഞ്ഞു. കാരണം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവൻ കിട്ടുന്ന വെള്ളം പെരുക്കുക, ഇതിന് ചായക്ക് വെക്കുക.
കിണറ്റിന്ന് വെള്ളം വലിച്ച് എന്നിട്ട് അതിന് ശേഷം മാവ് കുഴക്കുക. അതിൽ വരെ നമുക്ക് വേറെ ഒരു പണിയില്ലാണ്ട് ഈ തിന്നാൻ മാത്രം ജനിച്ചെന്നുള്ള മട്ടിലാണ് പുതിയ ആധുനിക ഹോട്ടലുകളിൽ പോയാല് ഇവൻ ഉണ്ടാക്കി തരുന്നവരെ നമ്മളാടെ ഇരുന്നോളുക. അങ്ങനത്തെ ഹോട്ടൽ ഞാൻ കയറിയില്ല. എത്ര ഹോട്ടലാ, എത്ര ബേക്കറിയാ, ഒരു പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങളുടെ വെറൈറ്റികളുടെ ഒരു ലോകമാണ് നിങ്ങൾ നമ്മുടെ നാട്ടിൽ. ഭക്ഷണ വിഭവങ്ങളുടെ വെറൈറ്റികൾ. ഈ വെറൈറ്റിയിലേക്ക് ആളുകൾ പരക്കം പായ്യ. ആ ഹോട്ടലിൽ ഒരു പിന്നെ എന്താ പെപ്പർ ചിക്കൻ അപ്പൊ പെപ്പർ ചിക്കൻ തിന്നിട്ടും വേണ്ടത്ര അതിന്റെ അപ്പുറത്ത് പച്ചക്കുരുമുളകിന്റെ പെപ്പർ ചിക്കൻ. അപ്പൊ അതിന്റെ അപ്പുറത്ത് പോവാ. ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓടുമ്പോ ഇതിനെ കൊണ്ടൊന്നും മതിയാവാതിരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ ശരീരം പദാർത്ഥമാണ്, ഈ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ പദാർത്ഥം തന്നെ വേണം. ഒരു കവിത പോരാ, ഒരു കഥ പോരാ, ഒരു സ്നേഹം പോരാ, ഒരു ധർമ്മം പോരാ. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ടല്ലോ: കരം, ദ്രാവകം, ബാധകം. അതാണ് കരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, ബാധകം പുക. മനസ്സിലായില്ലേ? ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഈ 3 പദാർത്ഥങ്ങളുടെ പുറകെ ഓടുക നമ്മുടെ യുവാക്കൾ. ശരീരത്തെ പോറ്റാനാണ് വീടുണ്ടാക്കിയതെന്ന് ധരിക്കുക. നല്ല കിടക്ക അല്ലെ, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ബിരിയാണി കേരളത്തിന്റെ ഇപ്പൊ പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമായല്ലോ. എന്നാൽ നിങ്ങളെല്ലാവരും, ഞാൻ അഭ്യർത്ഥിക്കുക, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഗൾഫ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എല്ലാം കുടുംബത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു ബിരിയാണിയാണ്. അത് കൊണ്ടുപോകണം. അത് സന്തോഷ് ഏച്ചിക്കാനം എഴുതിയൊരു ബിരിയാണിയാണ്. ഒരു കഥയുടെ പേരാ ബിരിയാണി. മുഴുവൻ കുടുംബങ്ങളിലും ആ കഥ വായിച്ചു തുടങ്ങണം. ഒറ്റക്കൊറ്റക്ക് വായിച്ച പോരാ, വട്ടത്തിൽ ഇരുന്ന് വായിക്കണം. പുസ്തകങ്ങൾ എല്ലാ വായനശാലയിലുണ്ട്. ആ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയൊന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ കുട്ടികൾ, സമൃദ്ധിയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഇത് തന്നെയാണ് ജീവിതമെന്ന് വിചാരിക്കുകയാണ്. അല്ല, ഇതല്ലാത്ത ജീവിതം കുറെ ഉണ്ട്, അപ്പുറത്തുണ്ട് എന്ന് വേദനിക്കണ്ടേ? ബോംബ് വീണിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആ കുഞ്ഞുങ്ങൾ, ഓക്സിജൻ നഷ്ടപ്പെട്ടിട്ട് മരിച്ചുപോയ എത്ര കുഞ്ഞുങ്ങളാണ്? 500 ആളുകളാണ് ഗാസയിലെ ആശുപത്രിയിൽ മരിച്ചത്. അവരുടെ വേദന എന്റെ വേദനയാകുന്നത് അവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, അവർ മനുഷ്യരായതുകൊണ്ടാണ് എന്ന മട്ടിൽ വേദനിക്കണം. അവർ മനുഷ്യരായതുകൊണ്ടാണ്. അവർക്ക് ചിന്തയും വിവേകമുള്ള ആ കുഞ്ഞിന്, ആ ജനിച്ചു വീണ ആ ബോംബ് വീണിട്ട് പടഞ്ഞു ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിലവിളിക്കുന്ന എത്രയോ കുട്ടികളുടെ രോദനം അവിടെ കേൾക്കുക. ആ കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയുമോ ആരാണ് ബെഞ്ചമിൻ നെത്യാഹു, ആരാ യഹോവ, എന്താണ് ഹമാസ്, ആരാണ് അള്ളാഹു എന്നൊന്നും ഈ കുട്ടിക്കറിയില്ല. ആ കുട്ടി വളരെ പോസിറ്റീവ് എനർജിയുമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാ. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന മനോഭാവത്തിലാണ്. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, എല്ലാം നല്ലതാണെന്നുള്ള പോസിറ്റീവ് എനർജിയുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ജനിക്കുന്നത്. പക്ഷേ ആ പോസിറ്റീവ് എനർജിയെ കേരളത്തിൽ പണ്ട് ഈ കുട്ടി ജനിച്ച ഉടനെ ഈ ലോകം നല്ലതാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെ കുറച്ച് തേനും വയമ്പും നാവും തേച്ചു കൊടുക്കും. കേട്ടിട്ടുണ്ടോ? തേനും വയമ്പും നാവിൽ തൂകുന്ന പറഞ്ഞൊരു പാട്ടുണ്ട് അതിനെ പറ്റി. അപ്പൊ കുട്ടിക്ക് തോന്നും ഈ ലോകം കൊള്ളാലോ, മധുരതരമാണല്ലോ ഈ ലോകം. പക്ഷെ ഇപ്പൊ ആ പരിപാടി ഇല്ല. ഇപ്പോ പ്രതിരോധ വാക്സിൻ ഒന്ന് കുത്തിക്കൊടുക്കും. അപ്പോ സൂചിയോടൊരു കുത്ത് കിട്ടിയപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. കുട്ടിക്ക് തോന്നുക ഇവരെല്ലാം കാലന്മാരെന്നെ കുത്താൻ വന്നതിന് വേണ്ടി ജനിച്ചതാണ്. ആദ്യം തന്നെ ഈ ലോകം നോട്ട് ഓക്കെ ആണെന്ന മുൻവിധിയോടുകൂടി ആ കുട്ടി വരുന്നത്. പ്രതിരോധ വാക്സിൻ കൊടുക്കണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, കൊടുക്കണം. പക്ഷെ അത് ആദ്യം കൊടുക്കുന്നതിന് മുമ്പ് ആ മധുരം ഒന്ന് കൊടുത്താലെന്താ? അത്തരത്തിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവർക്കെല്ലാം ഈ ലോകം മുഴുവൻ മോശക്കാരാണ്. അതിന്റെ കാരണം അവരല്ല, നമ്മളാണ്. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ? നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് സ്കാൻ ചെയ്താൽ മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ സ്കാനിങ് ഇപ്പൊ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ സ്കാനിങ് നടത്തിത്തരാം. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോന്ന് നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ വലിയ ആര്യാരും വലിയ പൈസക്കാരും വലിയ കുടുംബനാഥന്മാരും വലിയ സംഘടനാ ഭാരവാഹികളും ഒക്കെയാണ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ വെറും ഒരു സാധാരണ പച്ച മനുഷ്യനായിട്ട് 1 മിനിറ്റ് ഇരുന്ന് തന്നാൽ, വെറും പച്ച മനുഷ്യനാണ്.
ഇത്രയേ വേണ്ടൂ. ഞാനൊരു വാക്ക് പറയുമ്പോ തൊട്ടടുത്ത വാക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് വിളിച്ചു പറയണം. ഞാനൊരു വാക്ക് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്ക് നിങ്ങളെ മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് ആലോചിച്ചിട്ട് ഇത് പറഞ്ഞാൽ കുഴപ്പമുണ്ടോന്നൊന്നും ആലോചിക്കരുത്. വായിൽ വന്ന വാക്ക് പറയണം. റെഡിയാണോ? 1 മിനിറ്റ് റെഡിയല്ലേ? ഞാൻ വാക്ക് പറയട്ടെ. ഒരു കാലത്തും അടുത്ത വാക്ക് ഗുണം പിടിക്കൂല. മനസ്സിലായി? നെഗറ്റീവാണ്. ഒരു കാലത്തും ഗുണം പിടിക്കൂല, നന്നാവില്ല. ഇതാ നമ്മളെ മനസ്സിൽ വരുന്നേ. നിങ്ങൾ സത്യസന്ധന്മാരായതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും മനസ്സിൽ ഇതാ നന്നാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരു കാലത്തും മറ്റേ കാലത്തൂല, മറ്റേ കാലത്തൂല. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവാണ്. ഇത് നമ്മുടെ മനസ്സിന്റെ ഈ നെഗറ്റീവാണ് കുട്ടികളിലേക്ക് നെഗറ്റീവായി വന്നത്. അതുകൊണ്ട് നമ്മുടെ വീട് പോസിറ്റീവ് ആവാൻ എന്താ? നമ്മുടെ വീട്ടിൽ നല്ലതിനെ പറ്റി ചർച്ച ചെയ്യണം. ദുരന്തങ്ങളെ പറ്റിയും കുറ്റങ്ങളും കുറവും പറയാം. റോഡുമലൂടെ ആരാ പോകുന്നു? മജീദ്. ഓനേതാ സാധനം എന്നറിയോ? ഓനെ പറ്റി കുറ്റം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ പോയി. ഗോവിന്ദനായാലും പോക്കാ അല്ലേ? സബാസ്റ്റ്യൻ തീരെ പോക്കാ. ലോകത്തിൽ സകലയാളും പോക്കാ. ഒരാളെ ഉള്ളൂ നല്ല ലോകത്ത്, അതാണ് ഞാൻ മാത്രം. അതാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം. ഇതാണ് നമ്മുടെ വീട്ടിൽ. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്: പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പരുക്കനായി ഈ ലോകത്ത് ഒരുപാട് തോന്നിയാസോ വൃത്തികേടുകൾ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ നന്മയുടെ പൊടിപ്പുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? നന്മയുടെ പൊടിപ്പുകളുണ്ട്. അതിനെ ചൂണ്ടിക്കാണിക്കണം. ഈ പ്രകൃതിയുടെ മനോഹാരിത കാണിച്ചു കൊടുക്കാറുണ്ട് കുട്ടികളെ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്താ? എന്റെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായം ശരിയൊന്നും എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച പ്രഭാതങ്ങളാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പൊ പ്രഭാതം കാണുന്നില്ല. സ്നേഹബന്ധത്തെയും അഭിപ്രായത്തെയും തിരിച്ചു പിടിക്കുക, എല്ലാം അങ്ങോട്ട് പറയുക, എല്ലാം കേൾക്കുക. അത് മുതിർന്ന ആളായാലും കിടപ്പിലായ രോഗി ഉണ്ടാവും, അയാൾക്ക് മനസ്സുണ്ട്. അയാളുടെ അടുത്ത് പോയിരുന്ന് വർത്തമാനം പറയാം. അദ്ദേഹത്തിന് വേണ്ടത് മരുന്നും വസ്ത്രവും ഭക്ഷണവും അല്ല, അദ്ദേഹത്തിന് വേണ്ടത് മനസ്സാണ്. ആ മനസ്സിന്റെ അതിർത്തി ഏതാണെന്നറിയുമോ? മനസ്സിന്റെ അതിർത്തി നമ്മുടെ ത്വക്കാണ്. വിരലിന്റെ അറ്റത്തും മനസ്സുണ്ട്. അതുകൊണ്ട് ആ കൈ പിടിക്കുമ്പോ, കെട്ടിപ്പിടിക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് സ്പർശനം വേണം. നമ്മുടെ കുട്ടികളെ ടച്ച് ചെയ്യണം, നമ്മുടെ തൊടണം. പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഉണ്ടാവണം. ലോകത്ത് പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ. വേറെ ഒരു ജന്തുവിന് പുഞ്ചിരിക്കാൻ അറിയില്ല. കഴുത ഇളിക്കുന്ന അത് പുഞ്ചിരിയൊന്നുമല്ല. പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മൾ പൊട്ടിച്ചിരി ഉണ്ടാവും. പൊട്ടിച്ചിരി ദുഷ്ടന്മാര് ചിരിക്കും. ബാലകേ നായരും ജോസ് പ്രകാശും പൊട്ടിച്ചിരിക്കും. പക്ഷേ പുഞ്ചിരി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പുഷ്പം വിരിയുന്നത് പോലെയാണ്. പുഞ്ചിരിക്കുന്ന വീടുകൾ ഉണ്ടാവുക, ഹൃദയം തുറക്കുന്ന വീടുകൾ ഉണ്ടാവുക. ഹൃദയം തുറന്നിട്ട്, എന്റെ ഹൃദയം തുറന്നിട്ട് അങ്ങോട്ട് ഒഴുക്കല്ല, അവന്റെ ഹൃദയം എന്നിലേക്ക് ഒഴുകണം. ഞാൻ പറഞ്ഞാൽ പോരാ, അവൻ പറയുന്നത് ഞാൻ കേൾക്കുമ്പോഴും. പറയാൻ നാവൊന്നും, കേൾക്കാൻ 2 ചെവിയുണ്ട്. അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. ഹൃദയം തുറന്നിട്ട് സ്വീകരിക്കുക, ഹൃദയം തുറക്കുക. അഹന്ത കാണിക്കാതെ മുന്നോട്ട് കുനിയുക. മുന്നോട്ട് ഒരാൾ വന്ന എന്താ ഞാൻ പലപ്പോഴും ഈ അമ്പലങ്ങളിൽ പ്രസംഗിക്കാൻ പോയ മുസ്ലിം കുടുംബങ്ങളുടെ ആതിഥ്യ മര്യാദയെ പറ്റി ഞാൻ പറയാറുണ്ട്. വന്ന ഉടനെ കുടിക്കണ്ടേ എന്ന് ചോദിക്കും. നമ്മളെ വീടുകളിൽ പലപ്പോഴും ഭർത്താനം പറഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോ, അല്ല ഇങ്ങൾക്ക് ചായ ഒന്നും വേണ്ടേനോ? പോവാൻ നോക്കുമ്പോ പറയാം ചായ ഒന്നും വേണ്ടേനോ? നോ. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ആതിഥ്യ മര്യാദയാണ്. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറയും, അല്ലെ? മുന്നോട്ട് കുനിയുക, തൊടണം. ഈ ത്വക്കിലൂടെ തൊടണം, ടച്ച്, ചേർത്ത് പിടിക്കണം. കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. വർത്തമാനം പറയുമ്പോ കുതിരക്ക് ജീനി വെച്ച പോലെ ഇങ്ങനെ നിൽക്കുകയല്ല, തല കുലിക്കണം, നോഡിങ് നടത്തണം. ഇത്രയും പ്രക്രിയ ഉണ്ടായാൽ നിങ്ങളുടെ വീട്ടിലെ ഡെമോക്രാറ്റിക് ബന്ധങ്ങൾ സോഫ്റ്റനായി.